വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് യുദ്ധവിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി 9:30 വിമാനം അടിയന്തരമായി ഇറക്കിയത്. ചന്തു ചന്ദ്രശേഖരുണ്ട്. ചന്തു, പറയാൻ വിവരങ്ങൾ. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ബ്രിട്ടന്റെ യുദ്ധവിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. ഇന്ധനം കുറവായ സാഹചര്യത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് അനുമതി ചോദിക്കുകയും അതിനുശേഷമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ യുദ്ധവിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും 100 നോട്ടിക്കൽ മൈൽ അകലെ ബ്രിട്ടന്റെ ഒരു ഒരു കപ്പൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കപ്പലിൽ നിന്നും പരീക്ഷണ പറക്കലിന് വേണ്ടി പറന്നുയർന്ന ഹെലികോപ്റ്ററാണിത്. ഈ പറക്കലിന് ശേഷം തിരികെ ഈ കപ്പലിലേക്ക് ലാൻഡ് ചെയ്യാൻ ഹെലികോപ്റ്ററിന് സാധിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ച് ഈ കപ്പലിലേക്ക് യുദ്ധവിമാനത്തിന് ഇറങ്ങാൻ സാധ്യമല്ലാതാകുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തോടും മറ്റുമൊക്കെ അനുമതി ചോദിച്ചതിന് ശേഷമാണ് ഈ യുദ്ധവിമാനം തൊട്ടടുത്തുള്ള വിമാനത്താവളം എന്ന നിലയിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഈ പരീക്ഷണ പറക്കലിനിടയിൽ തന്നെ തിരിച്ചിറങ്ങാൻ കഴിയാത്ത സാഹചര്യവും പെട്ടെന്ന് ഇന്ധനം തീരുന്ന ഒരു അവസ്ഥയുമുണ്ടായി. ഇതുകൂടി കണക്കിലെടുത്താണ് ഒരു അനുമതി തേടിയതിനു ശേഷം പ്രതിരോധ മന്ത്രാലയത്തിന്റെ അടക്കം അനുമതി തേടിയതിനു ശേഷം ഒരു അടിയന്തര ലാൻഡിംഗ് പൂർത്തിയാക്കിയത്. ഇതിന് ശേഷം ഇനി നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ചില നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം തിരിച്ച് യുദ്ധവിമാനം മടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് യുദ്ധവിമാനം അടിയന്തര ലാൻഡിംഗ് ചെയ്തു. ബ്രിട്ടന്റെ യുദ്ധവിമാനമാണ് അടിയന്തരമായി ലാൻഡ് ചെയ്തത്.